നമ്മൾ ലണ്ടൻ എത്തിയിട്ട് അവസാനിപ്പിച്ച ശരിയാവില്ലല്ലോ അല്ലേ? നമുക്ക് പോകാവുന്നതിന്റെ മാക്സിമം പോകണമല്ലോ അല്ലേ? യെസ്, നമുക്ക് സ്കോട്ട്ലൻഡ് വഴി നോർത്തേൺ അയർലൻഡ് വഴി നമ്മുടെ അയർലൻഡ് വരെ നമുക്ക് പോകണം. എന്തായാലും KL2 യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് ചിലപ്പോൾ 1-2 എപ്പിസോഡുകൾ ഉണ്ടാവും. എന്തായാലും വീണ്ടും സ്വാഗതം. നമ്മൾ ലണ്ടനിൽ നിന്നും നമ്മൾ ഇന്ന് ആക്ച്വലി സ്കോട്ട്ലൻഡിലേക്കാണ് പോകുന്നത്. സമയം രാവിലെ 5:45. ഞാൻ രാവിലെ ഇറങ്ങി. ഇന്നെനിക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ തന്നെ ആയിരിക്കും പോവുക. അങ്ങനെ രാവിലെ ഒരു പഞ്ചാബി ചേട്ടൻ ഓടിച്ച ഒരു ടാക്സിയിലാണ് ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത്. പഞ്ചാബി ചേട്ടൻ ഓടിച്ച ടാക്സിയിൽ കംപ്ലീറ്റ് അവരുടെ എന്തോ ഒരു സ്തോത്രങ്ങളൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. രാവിലെ എന്തൊരു ഡിവോഷണൽ സോങ്സ് ഒക്കെ നല്ലൊരു വൈബായിരുന്നു അതിനകത്ത്. അപ്പോൾ ഇതാണ് ലാംഗ്ലി എന്ന് പറയുന്ന ഒരു കുഞ്ഞ് സ്റ്റേഷൻ, ലണ്ടൻ ഔട്ട്സ്കേർട്സ് ആണിത്. അപ്പോൾ ഇവിടെ നിന്നുള്ള എലിസബത്ത് ലൈൻ എന്ന് പറഞ്ഞ ഒരു ലൈനിൽ കയറിയിട്ട് നമുക്ക് ലണ്ടൻ സെയിൻറ്റ് പാൻക്രാസ് സ്റ്റേഷനിലേക്ക് പോകണം. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന് ഇറങ്ങി ആ സ്റ്റേഷനിലേക്ക് നമുക്ക് പോകണം. ഇവിടെ പുറത്ത് ടിക്കറ്റ് കൗണ്ടേഴ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അവിടെ ഒരു ആൾ പോലും ഇല്ല, സ്റ്റാഫ് പോലും ഇല്ല. ടിക്കറ്റ് എടുക്കുക, സ്കാൻ ചെയ്യുക, അകത്ത് കയറുക. ഇവിടെ നിർത്താതെ പോകുന്ന ഏതോ ഒരു കുഞ്ഞോ ആക്ച്വലി ഇവിടെ ലണ്ടൻ സിറ്റിക്കകത്ത് ഇൻ ആൻഡ് അറൗണ്ട് ഓടുന്ന നാഷണൽ റെയിൽവേസ് ആണ്. അബീവുഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ്. ഈ ട്രെയിനിൽ പോലും ഞാൻ എടുത്തിരിക്കുന്ന യൂറേൽ പാസ് വാലിഡ് ആണ്. എനിക്ക് അത് വെച്ചിട്ട് ഇതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണിത്. ഇന്ന് നമുക്ക് മൊത്തം 4 ട്രെയിനിൽ കയറാനുണ്ട്. അങ്ങനെ ഞാൻ എത്തി വീണ്ടും സെയിൻറ്റ് പാൻക്രാസ് ഇന്റർനാഷണൽ സ്റ്റേഷൻ. നമ്മളിവിടുന്ന് ഇവരുടെ ഒരു എക്സ്പ്രസ് സാധാ ട്രെയിനിലാണ് പോകുന്നത്. നമ്മളിവിടുത്തെ ഫാസ്റ്റ് ട്രെയിനിലല്ല ഇനി പോകുന്നത്. കാരണം ഫാസ്റ്റ് ട്രെയിനൊന്നും എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ഇത് കണ്ടോ, ഇത് ഇന്റർനാഷണൽ ട്രെയിൻ വന്നിരിക്കുന്നത് കണ്ടോ. ഞാൻ ഗ്രെക്സ് എന്നൊരു വെജിറ്റബിൾ ബേക്ക് വാങ്ങിച്ചു. എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പപ്സ് പോലത്തെ സാധനം. ഇനി EMR എന്ന് പറയുന്ന ഒരു റെയിൽവേ ലൈനിലേക്കാണ് നമുക്ക് കയറേണ്ടത്. 7:02 പോകുന്ന ഷെഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനിൽ വേണം എനിക്ക് കയറാൻ. ഇതാണ് നമ്മൾ പോകുന്ന EMR. കുഞ്ഞു ട്രെയിനാണ്, കണ്ടില്ല, ഈസ്റ്റ് മിഡ്ലാൻഡ്സ് റെയിൽവേ. അതാണ് EMRന്റെ ഫുൾ ഫോം. യെസ്, അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി. നമ്മൾ ട്രെയിൻ വിട്ട്. ഇത് ഭയങ്കര ചെറുക്കാട്ടോ, ഭയങ്കര വൈബ്രേഷനുള്ള ട്രെയിനാണ്. അങ്ങനെ ഞാൻ ഡർബി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. യൂണിവേഴ്സിറ്റി ഓഫ് ഡർബി, ഹോം ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ഡർബി. ഡർബി റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് 15 മിനിറ്റിന് ശേഷം ഇവിടെ നിന്ന് സ്കോട്ട്ലൻഡിലേക്കുള്ള എഡിൻബ്രയിലേക്കുള്ള അടുത്ത ട്രെയിനിൽ കയറണം. അടുത്ത ട്രെയിനും വന്നു, എഡിൻബ്ര. സെയിം ക്രോസ് കൺട്രി ട്രെയിൻ എന്നാണ് ഇതിന് പറയുന്നത്, ക്രോസ് കൺട്രി ട്രെയിൻസ്. അടുത്ത 4 മണിക്കൂറാണ് ഞാൻ ഈ ട്രെയിനിൽ ഇരിക്കേണ്ടത്. 4 മണിക്കൂർ 15 മിനിറ്റ്. ഉച്ചയ്ക്ക് 1 മണിക്ക് എഡിൻബ്ര എത്തും. അവിടെ നമ്മുടെ ലിങ്കു ഉണ്ട്. ലിങ്കു വരാൻ നിങ്ങൾക്ക് അറിയില്ലേ? ആരാ? എൻ്റെ ആസ്ഥാന ഡിസൈനർ. നമ്മുടെ IMB ഡയറീസിൻ്റെ കവർ പേജ് ഡിസൈൻ ചെയ്തതും നമ്മുടെ ലോഗോ ഡിസൈൻ ചെയ്തതും പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുന്നതും എൻ്റെ നാട്ടിലെ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ നെയ്ബർ, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് എല്ലാം. ട്രെയിനിന് വലിയ തിരക്കൊന്നുമില്ല. ഞാനിത് മറ്റേ ഹൈ സ്പീഡ് ട്രെയിനൊന്നുമല്ല എടുത്തിരിക്കുന്നത്. ഇവരുടെ സാധാരണ റീജിയണൽ ട്രെയിനാണ്. അതുപോലെ എത്ര വേഗതയിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത് നോക്കി. അയ്യോ, നമ്മളിപ്പോൾ കടൽ തീരത്തൂടെയാണ് പോകുന്നത്. നോക്കൂ, കടൽ തീരത്തുള്ള ഏതോ ഒരു അതിമനോഹരമായ ഇംഗ്ലീഷ് ഗ്രാമം. അങ്ങനെ നമ്മുടെ ട്രെയിൻ എഡിൻബ്ര വേവലി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എല്ലാവരും സൈക്കിളും കൊണ്ടാണ് നടക്കുന്നത് നോക്കിയ, വിന്റർ ആയിട്ടും. അതാണ് ട്രെയിനിലെല്ലാം സൈക്കിളും കൊണ്ട് കയറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. ആ സ്കോട്ട്ലൻഡിലെ റെയിൽവേ സ്റ്റേഷന്റെ ആ തൂണുകളിലെ ആഠ്യത്വം നിങ്ങൾ നോക്കൂ. തണുക്കുന്നളിയാ. അയ്യാ, വേണ്ടേ സുഖം. താടിയൊക്കെ നരച്ചതാ കാര്യമായിട്ട്. ഞാനതുകൊണ്ടല്ലേ താടി വെക്കാത്തെ. ഡെയിലി ഷേവ് ചെയ്യും ഞാൻ. ഇന്ന് ഷേവ് ചെയ്യാൻ മറന്നു. ഡെയിലി ഷേവ് ചെയ്യും ഞാൻ. കണ്ണിന്ന് മുക്കിന്നെല്ലാം പ്രായമായില്ലേ, ഫീൽഡ് ഔട്ട് ആകാറായി. ഇന്നലെ റീല് കണ്ടായിരുന്നു. അയ്യോ, അവിടെ തണുക്കുന്നതാ. എനിക്ക് മടുത്തടാ, എനിക്ക് താറ്റിപ്പോളാ. അത് തണുത്ത് വിറച്ചിട്ട് എത്ര നാളെന്ന് പറയൂ തണുപ്പ് നടക്കാൻ തുടങ്ങിട്ട്. ഞാനേ ലണ്ടനിൽ ഇത്ര തണുപ്പില്ലായിരുന്നേ. ഇങ്ങോട്ടല്ലേ തണുപ്പ് ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ സ്റ്റൈല് കാണിക്കാൻ വേണ്ടി കട്ടിയുള്ള ജാക്കറ്റൊക്കെ അവിടെ വെച്ച്. അയ്യോ, ഞങ്ങളിവിടെ സെയിൻസ്ബറിയിലേക്ക് വന്നേ. സെയിൻസ്ബറി വന്നപ്പോഴത്തേക്കിന് ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കിന് ഇവിടെ ഒരു ഇതിനകത്ത് കംപ്ലീറ്റ് ഈസ്റ്ററിൻ്റെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈസ്റ്ററിൻ്റെ സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് പലതരത്തിലുള്ള ചോക്ലേറ്റ്സും പരിപാടികളൊക്കെയാണ്. അപ്പോൾ പീലി കൊടുക്കാൻ വേണ്ടി ഒരു സൂപ്പർ മാരിയോ ലെഗോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്താണ് ഈസ്റ്റർ സ്പെഷ്യൽ ഇവിടെ ഉള്ളത്?
ഇതെന്തിനാണ് വെച്ചിരിക്കുന്നത്? ഇതൊക്കെ ഈസ്റ്റർ റിലേറ്റഡ് ആണോ? ഈസ്റ്റർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ആൾക്കാര്? ഓ, ഡെക്കറേഷൻ പരിപാടികൾ ചെയ്യാനേ. അടിപൊളി. ഞാൻ എന്താ ഒരു കുഞ്ഞി പാവ, പിന്നെ ഇതെന്ത് സാധനം, വൈറ്റ് ചോക്ലേറ്റ് ബണ്ണി, ഈസ്റ്റർ എഗ്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ഹലോ, ഹൗ ആർ യു? എന്തെല്ലാം വിശേഷം? സുഖം തന്നെ. നമ്മള് ഞാൻ കഴിഞ്ഞോണ്ട് എത്ര ദിവസം നിന്നായിരുന്നു ഇവിടെ? 8 ദിവസം ഉണ്ടായിരുന്നല്ലേ? 8 ദിവസവും. 7 ദിവസം ഇവിടെ നിന്ന് ഫുൾ പാചകമായിരുന്നു. പാചകം സ്കൂളിൽ വിളിക്കാൻ പോകുന്നു. അതെ, ഫുൾ ഇവിടെ തന്നെ ആയിരുന്നു. കുറെ ദിവസം നിന്ന്, പിന്നെ ഇവിടെ 8 ദിവസം നിന്ന് ഫുഡ് അടിച്ച് 2-3 കിലോ കൂടിയിട്ടാ പോയത് അല്ലേ? ശരിക്കും കൂടിയായിരുന്നു, വെയിറ്റ് കൂടിയായിരുന്നു. അതുപോലെ സെൽഫ് കുക്കിംഗ് ആയിരുന്നു ഇവിടെ ആ സമയത്ത്. അപ്പൊ ഇപ്പത്തെ ചോറും മീൻകറിയും, പിന്നെ ഇത് മറ്റേ ഇതല്ലേ, വാഴക്കൂമ്പ്. സ്കോട്ട്ലൻഡിലാണ് ഗൈസ് വാഴക്കൂമ്പ്, ചോറ്, മീൻകറി, എന്ത് നാടൻ സാധനമാണ് എല്ലാം കിട്ടും. ഇതിനൊരു കുറവുമില്ല. ഞങ്ങളിപ്പോ പോയ സൂപ്പർ മാർക്കറ്റിലാണ്, അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല. ഇവിടെ 10 കിലോയുടെ ബസ്മതി റൈസ് 12 പൗണ്ട്, 1300 രൂപ. നാട്ടിൽ കിട്ടൂ, നാട്ടിലാവൂല ആ വില. 10 കിലോയുടെ നല്ല ബസ്മതി റൈസ് വാങ്ങാനായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്നല്ലേ, തിങ്സ് ഓഫ് ചേഞ്ച്ഡ്. നമ്മളിപ്പോ സ്കൂളിൽ നിന്ന് പിക്കാൻ പോകുന്നു. ചക്കൻ എന്നെ ഇന്റർവ്യൂ ആയിരിക്കും മിക്കവാറും. എങ്ങനെ യൂട്യൂബർ ആവണം എന്നുള്ളതായിരിക്കും മിക്കവാറും ചോദ്യം തോന്നുന്നു. അയ്യോ, അത് മാത്രമല്ല, പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ ഇംഗ്ലീഷാണ് എനിക്കൊരു മനസ്സിലാവത്തുമില്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് അവന്റെ ഇംഗ്ലീഷാണ് അതുകൊണ്ട് മനസ്സിലാവത്തില്ല, അതാണ് പ്രശ്നം. പിലിക്കുട്ടൻ വന്ന് പിലിക്കുട്ടന്റെ സീറ്റിലിരുന്ന് ഓടിസാ. എന്താ മോനെ അത്? എന്താ പിലി? തന്നെ ഇരുന്നോളൂ അല്ലേ, ഇരുത്തൊന്നും വേണ്ടല്ലേ? പിലിക്കുട്ട, പിലി ആള് പറ. നിനക്കല്ലേ വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞത്, യൂട്യൂബ് ചാനൽ പറഞ്ഞ സംസാരിക്കും. ഇൻട്രോ പറ. ഇൻട്രോ പറഞ്ഞോ. വീഡിയോ റെക്കോർഡ് ചെയ്താ പറഞ്ഞോ, ഇൻട്രോ പറഞ്ഞോ. നിന്റെ ചാനല പറഞ്ഞോ, ഇൻട്രോ പറയടാ. ഇൻട്രോ പറ. നീ നിനക്കല്ലേ, നിനക്ക് എന്താ പറയണ്ടേ? ഇപ്പൊ ഇങ്ങനെയാണ് എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്? It's recording, see. നീ പറഞ്ഞോ ഫ്രണ്ട് ക്യാമറ വേണോ? ഓക്കെ, ഞാൻ പറയാം. ഇനി എന്താ പറയണ്ടേ? വാട്ട് ഈസ് യുവർ ചാനൽസ് നെയിം? പറയ്. പിലോസോ? എന്താ പറയാ? എന്താ പിലോസോ? ഫിലോസ് വേൾഡ് ആണോ? ഫിലോസ് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. മിസ്റ്റർ ബീസ്റ്റ് ആണ് ഹീറോ. ആണോടാ? മിസ്റ്റർ ബീസ്റ്റ് ആണോ? അത് വേറെ ആണോ? മൈൻഡ് ക്രാഫ്റ്റ് ആണോ? അപ്പോ ഇതാരാണെന്ന് നോക്കൂ. ഇത് നിതിനെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. പക്ഷെ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുമായിരിക്കും. ഇവര് ഇവര് നമ്മുടെ ഒരു ഇവര് നമ്മുടെ ഒരു വൈറൽ കപ്പിളാണ്. മാർട്ടിൻ ആൻഡ് നിധി. സോ ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ വന്നപ്പോഴത്തേക്കിനും ഇവരെ കാണാൻ വേണ്ടി ഇവരുടെ വില്ലേജിൽ വന്നതാണ്. നമ്മളെ ലാസ്റ്റ് എനിക്ക് ആ സ്ഥലം പേര് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. ഇറ്റ്സ് ഓക്കെ. അതായത് ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങളെ ഓർമ്മിപ്പിക്കാം. നമ്മള് UK പാർലമെന്റ് പോയിട്ട് പാർലമെന്റിൽ നിന്ന് ഇറങ്ങി വന്ന് ബസ് കയറി പോയ MP ഭാര്യയും ഇച്ചിരി വൈറലായിരുന്നു ആ സംഭവം അല്ലേ? യെസ്. അപ്പോ നൈസ് ടു മീറ്റ് യു അഗെയിൻ. യെസ്. അപ്പോ എന്തായാലും ഇപ്പൊ പുതിയ ഭരണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പോ നിലവിൽ MP അല്ല, മുൻ MP ആണ് അല്ലേ? ex-MP. ബട്ട് അഗെയിൻ ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ടൈം ഏത് സമയം ഇങ്ങനെ മാറി വരും. അപ്പോ മുൻ MP ആണെങ്കിലും ബസ്സിലും നടന്നൊക്കെ പോവുള്ളൂ. നടന്നാണ് വന്നത്. ഓക്കെ, എന്തായാലും ഞങ്ങൾ ഇവിടെ ഇവരുടെ വില്ലേജിൽ വന്നിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Do you have anything to say? It's good to see you again. And welcome to Linlithgow. Our town motto is St. Michael, who's the patron saint for the town, is kind to strangers. So we're very welcoming. Although you're not a stranger, we've met you before. Okay, yeah, that's kind to everybody. Okay. So it's really good to have you here in Linlithgow. Thank you.
ഇപ്പോൾ MP അല്ലല്ലോ അല്ലേ? അപ്പം MP സ്ഥാനം ഇല്ലല്ലോ ഇവിടെ. MP പെൻഷനൊക്കെ ഉണ്ടോ? മുൻ MP അല്ലേ? MLA പെൻഷൻ, MP പെൻഷൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ പരിപാടികളുണ്ടോ? അതുമില്ല. അപ്പൊ എന്താ ചെയ്യാ ഇപ്പൊ വരുമാനം? പണിയെടുക്കുക, ജോലിക്ക് പോവാ അല്ലേ? ഓക്കെ. ഇവിടെ അങ്ങനെ പെൻഷൻ പരിപാടികളൊന്നും ഇല്ല അല്ലേ? അലവൻസ് അങ്ങനെ. MP ആയിരിക്കുമ്പോ സാലറി കിട്ടത്തില്ലേ? സാലറി ഉണ്ട്, സാലറി ഉള്ളൂ, അല്ലാതെ പെൻഷൻ ഇല്ല. പെൻഷൻ എല്ലാവരെയും പോലെ നമ്മള് പെൻഷൻ പോർട്ടലിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ 66 വയസ്സാകുമ്പോൾ കിട്ടുന്ന പെൻഷനായിരുന്നു. അല്ലാതെ ലൈക്ക് നമ്മള് MP സ്ഥാനം പോയി പിന്നീട് വർഷം മുതൽ. അപ്പോ താങ്ക് യു സോ മച്ച്. നൈസ് മീറ്റിംഗ് യു അഗൈൻ. Yeah, as your wish, all the best for Scotland. Come back and see us again. Yeah, sure. See you. Bye. ലിങ്കുവിന്റെ കരവിരുതുകൾ നോക്കൂ സുഹൃത്തുക്കളെ. ഇവിടെ വീട് മൊത്തം ലിങ്കുവിന്റെ പെയിന്റിങ്സ് ആണ്. കണ്ടില്ലേ? നോക്കി, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇത് അപ്പുറത്തെ മുറിയിലിരുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവൻ വരച്ച ഓരോ ക്യാരക്ടേഴ്സ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്നെ കാണാം ഗൈസ്. നോക്കൂ, ക്യാമറയുമായിട്ട് നിൽക്കുന്ന ഞാൻ. ഇത് ഫാസിൽ ബ്രോ അല്ലേ? ഇത് ഫാസിൽ അല്ലേ? ഇതാരാ? കൈതപ്രമാണോ? എനിക്ക് പെട്ടെന്ന് കണ്ട ആൾക്കാരെയൊക്കെ ഞാൻ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ, പിന്നെ ആരാ ഉള്ളേ? കുറെ പേരുണ്ട് കേട്ടോ. നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കുറെ പേരല്ലേ. ഇതാരാ? പ്രമേയം മമ്മൂട്ടി. അടിപൊളി. കൊള്ളാണോ? അടിപൊളി. എല്ലാരും ഉണ്ട് പൊളിച്ച്. ഇത് നീ വരച്ചോണ്ടിരിക്കുന്നതാണോ? കഴിഞ്ഞാണോ? നീ കുറെ വരച്ചത് അവിടെ ഇരിപ്പുണ്ട്. ഒരെണ്ണം അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ വേറെ ഇരിപ്പുണ്ട്. അടിപൊളി. നൈസ്. കൊള്ളാട്ടോ. ഇതെന്താ സാധനം? ഇത് സ്റ്റാലിനായിട്ട് വാൻഗോഗിന്റെ അതിന്റെ ഒരു സ്കോട്ട്ലൻഡ് വെർഷൻ. എന്താ സ്കോട്ട്ലൻഡ് വെർഷൻ? അതായത് ആർത്തർ സിറ്റി ആണിത്. ഓക്കെ. അത് മറ്റേ അതാ വുഡൻ പീസിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. Good morning, guys. Good morning. Good morning. പീലി രാവിലെ സ്കൂളിൽ പോവാൻ പോവാണല്ലേ? Are you going to school? Yep. Yep. പീലി രാവിലെ എണീറ്റ് വന്നു എന്നെ എണീപ്പിക്കാൻ വേണ്ടി അല്ലേ? ചുമ്മാ ഞാനാ പോയി പീലിയെ പൊക്കിയത്. എന്നിട്ട് പീലി എന്നെ ഞാൻ അവിടെ കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കും എന്നെ എണീപ്പിക്കാൻ വേണ്ടി വന്നു. സ്കൂളിൽ പോ. രാവിലെ സ്കൂളിൽ പോകാൻ മടി പിടിച്ചിരിക്കുന്ന പെലേ. സ്കൂളിൽ പോ. ബൈ ബൈ. ടാറ്റാ. ടാറ്റാ. എനിക്ക് പോകണ്ട. ഞാൻ എന്തിനാ ബൈ പറയുന്നത്? ഇന്ന് വളരെ നല്ലൊരു സണ്ണി ഡേ. രാവിലെ രഞ്ജിത്ത് നമുക്ക് പോകാനുള്ള വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട്. ഭാര്യയുടെ സ്നേഹം നോക്കൂ ഗൈസ്. ജാക്കറ്റൊക്കെ ഭാര്യ എടുത്തു തന്നാലേ പറ്റുള്ളൂ ലിങ്കു. എല്ലാം അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ സി യു. അവരെന്നെ 2:30 ഡ്രോപ്പ് ചെയ്യും. ഇവിടെ വരാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ കാണാം. ബൈ. എനിക്കിനി ഇവിടെ നിന്ന് ബെൽഫാസ്റ്റ് പോകാനായിട്ട് ഫെറിയിൽ കയറി പോകണം. നമ്മൾ ഫ്ലൈറ്റ് എടുക്കില്ലല്ലോ അയർലൻഡ് വരെ. അപ്പോൾ ഫെറിയിൽ പോകാനായിട്ട് ഇവിടെ നിന്ന് കെയറിൻ റാൻ അങ്ങനെയുള്ള സ്ഥലം പേര് അവിടെ പോകണം. അവിടെ പോയിട്ട് 2.5 മണിക്കൂറുള്ള ഒരു ഫെറി യാത്രയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കെയറിൻ റാൻ പോകാനായിട്ട് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ബസ് ടിക്കറ്റ് നോക്കുന്നുണ്ട്. ബസ് അവൈലബിൾ അല്ല. ഭയങ്കര പാടാണ്. അങ്ങോട്ടേക്ക് ട്രെയിനില്ല. അപ്പോൾ ഞാൻ അത് ലിങ്കുവിൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ലിങ്കു രഞ്ജിത്തും കൂടെ എന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെയല്ലേ വേണ്ടതല്ലേ? പിന്നല്ല ബാക്കർ പിന്നല്ല ട്രിപ്പാക്കി ഞങ്ങളത്. എന്താ പഠിപ്പിക്കുവാണോ? പഠിപ്പിക്കല്ല, ചെറുങ്ങനെ വഴി തെറ്റി. ഞങ്ങളിവിടെ ഫോട്ടോഷൂട്ടായിരുന്നു. ഇവൻ്റെ ഒരു ഫ്രണ്ട് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയാണ്. അന്നേരം പോസ്റ്റ് ആക്കുമ്പോൾ പിന്നെ അവനെ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുക എന്നുള്ളതല്ല വേറെ എന്നാ ചെയ്യാൻ പറ്റും അല്ലേ? നല്ല കുറെ ഫോട്ടോസ് എടുത്തു തന്നു. നീ മുട്ടാവാ, നീ ഇവിടെ ജീവിക്കേണ്ടവനല്ല. നീ അങ്ങ് കേരളത്തിൽ ജീവിക്കേണ്ടവനാ. നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? നീ കേരളത്തിൽ വാടാ. ആ പച്ചപ്പും ഹരിതാപം ഇവിടെ ഈ ഉടക്കപ്പില്ലല്ലേ ഉള്ളൂ. കേരളത്തിൽ ജീവിക്കാനാ? ഞാൻ കേരളത്തിലല്ലേ? എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് മൈ ഫോട്ടോസ്, വീഡിയോസ് എക്സെട്രാ ബ്ലാ ബ്ലാ ബ്ലാ. ഓക്കെ പോലെ
പോലെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് ലിങ്കുവിൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ സ്കോട്ട്ലൻഡിൻ്റെ ഗ്രാമ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അതിൻ്റെ അകത്ത് നമ്മുടെ മെയിൻ ചർച്ച ഇത്തവണത്തെ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ യാത്ര കഴിഞ്ഞിട്ട് KLTUK ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത ട്രിപ്പിൻ്റെ പേര് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. എൻ്റെ ട്രിപ്പിൻ്റെ പേരും ബ്രാൻഡിങ്ങും സംഭവങ്ങളെല്ലാം ചെയ്തു തരുന്ന ലിങ്കു ആണല്ലോ. അപ്പോൾ ലിങ്കുവിനെ കൊണ്ട് ബ്രെയിൻ സ്റ്റോം ചെയ്യിപ്പിച്ച് ഞങ്ങൾ എല്ലാവരും കൂട്ടിരുന്ന് പേര് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലിങ്കുവേ, ഒരു പേര് കണ്ടുപിടിക്കണോ? പേര് പറയണോ? പേര് വേണ്ടേ? ഇത് നമ്മൾ INB ട്രിപ്പ്, KLTUK ട്രിപ്പ്, പിന്നെ ഇന്ത്യ ഓൺ വിങ്സ്, പിന്നെ ഇന്ത്യ ഓൺ റെയിൽസ് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളൊരു പുതിയ ട്രിപ്പിന്റെ പേര് വേണ്ടേ? നമുക്ക് പേര് സജസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടാലോ? നല്ല ഡെഡ്ലി സാധനങ്ങൾ വരും. തെക്കോട്ടെടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്കു, നല്ല അടിപൊളി പേര് വേണോടാ. അതിന് എന്ത് പേരിടണം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിനെന്നുള്ളൊരു ആലോചനയായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോ. നമുക്ക് പേര് ഇതുവരെ ഫൈനലൈസ് ആയിട്ടില്ല. എൻ്റെ മനസ്സിലുള്ള പേര് എന്ന് പറയുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ് എന്നല്ല ഉള്ളതാണ്. അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ഒരു സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ് ഈ പറഞ്ഞ പോലെ തന്നെ. എന്തായാലും ഈ ഒരു ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉള്ളതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മളിപ്പോൾ അവിടെ ആ ഒരു കേരള റെസ്റ്റോറൻറ്റിനെ ലക്ഷ്യമാക്കിയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അയിർ നഗരം. അയിർ എന്ന് പറയുന്നത് നഗരം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ഗ്രാമം, ഒരു ചെറിയൊരു പട്ടണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗ്ലാസ്ഗോയിൽ നിന്നും കുറച്ച് ദൂരം മാറി ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു സ്ഥലത്ത് പോലും നമ്മുടെ മലയാളികൾ വന്നിട്ട് റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ഭയങ്കര സംഭവമാണ്. ഈ യാത്രയിൽ നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ എവിടേക്കാണല്ലേ നമ്മുടെ മലയാളികളുടെ റെസ്റ്റോറൻറ്റുകൾ കണ്ടത്. പണ്ടൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളായിരുന്നതും ഇപ്പം കേരള റെസ്റ്റോറൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ ആക്ച്വലി മാറിയിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോൾ കോക്കനട്ട് ബഞ്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ഇന്ത്യൻ അറബിക് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇന്ത്യൻ അറബിക് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന് കയറുമായിരുന്നു. ഞങ്ങൾ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും മലയാളി റെസ്റ്റോറൻ്റ് ആണല്ലോ, മലയാളികൾക്കൊക്കെ നമ്മളെ അറിയാമല്ലോ, നമ്മളെ പരിചയമുണ്ടല്ലോ. അത് റൺ ചെയ്യുന്നത് ഒരു കപ്പിൾസായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾ കയറിയപ്പോഴത്തേക്കിനും ഭയങ്കര സർപ്രൈസ്ഡായി. ഞാൻ മെനു ഒക്കെ നോക്കി ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നീട് അങ്ങോട്ട് നടന്നതൊരു യുദ്ധമായിരുന്നു. കാരണം അവർ നമ്മളോടുള്ളൊരു സ്നേഹം കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ആ റെസ്റ്റോറൻറ്റിലുള്ള എല്ലാ സംഭവങ്ങളും അവർ കൊണ്ടുവരാൻ തുടങ്ങി. പിന്നെ ഞങ്ങളിരുന്ന് കുറേ കഥയൊക്കെ പറഞ്ഞ് ഷെഫൊക്കെ വന്ന് പരിചയപ്പെട്ട് ഇനി എന്താ സംഭവിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. ഇത് കണ്ടോ, പോക്കറ്റ് ഷവർമ എന്നാണ് പറയുന്നത്. അതായത് ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഇതിൻ്റെ അകത്ത് ഷവർമയുടെ ഫില്ലിങ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് ഇത്, പോക്കറ്റ് ഷവർമ. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഷവർമയല്ലേ, പോക്കറ്റ് ഷവർമ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, ഇത് പഴം നിറച്ചത്. നമ്മൾ പഴത്തിനകത്ത് മറ്റേ തേങ്ങാപ്പീര അതിലൊക്കെ ഇട്ടിട്ട് നിറച്ചെടുത്ത സാധനം. മട്ടനാണോ? ഇല്ല, ഗ്രീൻ കളർ ചിക്കനാണ്. ചിക്കൻ നല്ല വിശപ്പ്. ഉപ്പുമാവിന്റെ കുറച്ച് കഴിച്ചു വന്നതാണ്. ഉപ്പുമാവ് ഇടക്കിടക്ക് പറയുന്നുണ്ടില്ലെങ്കിൽ രാവിലെ. അതെ, എന്നാലും ഉപ്പുമാവ് വേണോന്ന് ചോദിച്ച് നിർബന്ധിച്ച് കഴിപ്പിച്ചതാ ശരി. രാവിലെ കഴിച്ചു. നല്ല മധുരമുള്ള പൈനാപ്പിൾ ജ്യൂസും മധുരമുള്ള പഴംപൊരിയും. പഴം നിറച്ചത്. സോറി, ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഇത് ആദ്യം ഇതെന്താ? ഇത് കാന്താരി അൽഫാം മന്തി, ഇത് ഹണി ചില്ലി അൽഫാം മന്തി. ഓക്കെ, പാൽക്കപ്പം അല്ലേ? ഇഷ്ടപ്പെട്ടു. ആ ഒരു ബീഫും നമ്മളെ മിക്സ് ചെയ്ത് വലിയ കുത്തലൊന്നുമില്ല, അടിപൊളി കഴിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആക്ച്വലി അൽഫാം മന്തി പിന്നെ ഹണി രണ്ട് മന്തി പറഞ്ഞിരുന്നു. അവരിപ്പോ കുറച്ച് ബിരിയാണിയും വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് നിങ്ങൾ തിരിച്ചെങ്ങനെ പോവും? ഉറങ്ങി പോവും? കാറിന്റെ സീറ്റ് കുറച്ച് പിന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വയറ് സ്റ്റീറിംഗ് തട്ടും. നല്ലൊരു ഫുഡിയും കൂടെ കൊണ്ടുപോയാലേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ എന്ന് പറയുന്നത് ഇപ്പൊ ശരിയാണ്. ഇതെല്ലാം കൂടെ ആര് കഴിക്കും? നിങ്ങൾ ഇങ്ങനെ അമിതമായിട്ട് സ്നേഹം കാണിക്കരുത്. അത് ഭയങ്കര എന്താ പറയാ ഇതാണ്. പക്ഷെ നമ്മൾ ഈ ഫുഡെല്ലാം കൂടെ കണ്ടിട്ട് അല്ലെങ്കിൽ തന്നെ വണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൊതിപ്പിച്ച് കഴിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പൊറോട്ട, ബീഫ്, പിന്നെ എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഓരോന്ന് എടുത്തോണ്ട് വരുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കാം, നമുക്ക് കഴിക്കാം. ബാ, ഒരു കാര്യം ചെയ്യാം, നിങ്ങളും കൂടി ഇരിക്കും. ബാ, ഒരുമിച്ച് കഴിക്കാം. അതാണ് അതിന്റെ ഇത് ശരി. അപ്പൊ നമുക്ക് കറക്റ്റ് ആവും, സെറ്റ് ആവും. ബാ, ഇത് എന്താ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
അതെനിക്ക് മനസ്സിലായി. ഇത് എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നോക്കി, നമ്മൾ ഇച്ചിരി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി നമുക്കിത് പഴംപൊരി ബീഫ്, പൊറോട്ട, ബിരിയാണി, ഇവിടെ ഫിഷ് പൊള്ളിച്ചത് കൊണ്ട് വെച്ചേക്കുന്നു. തുറന്നിട്ടില്ല, തുറക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ മോമോസ് കൊണ്ടുവരുന്നു. ഇവർ അടുക്കളയിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. ഫിഷ് പൊള്ളിച്ചോ? ഫിഷ് പൊള്ളിച്ചത്തത്. ആ ഷെഫിനോട് മതിയാക്കാൻ പറയുമോ? ഷെഫ് നിങ്ങളും കൂടെ വന്നിരിക്കും. നിങ്ങൾ ഉണ്ടാക്കിയല്ലേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ. അല്ലാണ്ട് ഇപ്പൊ എന്നാ ചെയ്യാ? ഷെഫും കൂടെ കഴിച്ചിട്ട് പോയാൽ മതി. നിങ്ങളും മതിക്കും, നിങ്ങളും എല്ലാരും കൂടെ കഴിച്ചിട്ട് പോയാൽ മതി. ഭക്ഷണം എന്ന് പറയുന്ന സാധനം നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. അതെ, നിങ്ങൾ ഇത്രയും സാധനം ഉണ്ടാക്കിയപ്പോ ഷെഫ് നോമ്പില്ല? ചെറുതായിട്ട്. അതുകൊണ്ട് നിർബന്ധിക്കില്ല. സാരമില്ല, കഴിക്കും, നിങ്ങൾ കഴിക്കും. ഓക്കെ, താങ്ക് യു. കൊള്ളാം, നല്ലായിരുന്നു. പക്ഷെ ഇതിൽ ഹൈലൈറ്റ് എന്താ വെച്ചാല് നോമ്പ് എടുക്കുമ്പോ പോലും നമ്മൾ ഉപ്പും ടേസ്റ്റും നോക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര കഴിവാണ്. നോമ്പ് എടുക്കുന്ന സമയത്ത് ഉപ്പ് നോക്കാതെ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഭക്ഷണം എല്ലാം കഴിച്ച് മത്ത് പിടിച്ചിരിക്കുമ്പോൾ അതിനു മുകളിൽ വീണ്ടും മത്ത് പിടിപ്പിക്കാനായിട്ട് പായസം. കഴിക്കേ. ഇനി ആരാ വണ്ടി ഓടിക്കുന്നേ? ലിങ്കു ആണോ? ഞാൻ കഴിച്ചു, ഞാൻ ഉറങ്ങിപ്പോയി. അടിപൊളിയാട്ടോ. ഇതൊരു 4 സ്പൂൺ കഴിച്ചോണ്ടല്ലോ എല്ലാം അവട്ടം വീഴും. ഇവിടെ കിടന്ന് ഉറങ്ങാം. അതാണ് അത്ര അടിപൊളി. നല്ല മധുരമുള്ള പായസം. ഇവിടെ നല്ലൊരു ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാർ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നാട്ടിലെ പോലെ അല്ല. വിദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകളിൽ മദ്യം സെർവ് ചെയ്യുന്നത് വളരെ കോമൺ ആണ്. മദ്യം എന്ന് പറയുന്നത് ആളുകൾ അടിച്ച് പൂസാവാൻ വേണ്ടി വരുന്നതല്ല. ഇവിടുത്തെ ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു രീതി എന്ന് പറയുന്നത്, അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു വൈനോ ഒരു ബിയറോ അല്ലെങ്കിൽ വിസ്കിയോ എന്തെങ്കിലുമൊക്കെ അവർ ഇങ്ങനെ കഴിക്കും. നമ്മുടെ കൾച്ചറിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പം നമ്മൾ പോയി ഭക്ഷണം കഴിച്ചു, പെട്ടെന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു ഇറങ്ങി വന്നു. പക്ഷേ ഇവരങ്ങനെയല്ല ചെയ്യുന്നത്. ഇവർ റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ മിനിമം ഒരു 1-2 മണിക്കൂർ ടൈം എടുത്ത് അവർ ആരുടെ കൂടെയാണോ പോകുന്നത് അവരുടെ കൂടെ സംസാരിച്ചിരുന്ന് ആ ഒരു രീതിയിലാണ് ഇവരുടെയൊക്കെ ഭക്ഷണം കഴിപ്പ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ, പ്രത്യേകിച്ച് വിദേശികളെ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളിൽ, അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇതുപോലെ ധാരാളം മദ്യം ഉണ്ടാവും. അവിടെ നമ്മൾ ഇന്ത്യക്കാരും പോട്ടോ. അപ്പോൾ അവിടെ കുറേ മദ്യക്കുപ്പികൾ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള പല മദ്യങ്ങളും അവിടെ ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി അതൊക്കെ. ഓൾഡ് ബങ്ക് റമ്മ്. ഇത് നമുക്ക് ശരിക്കും വിദേശത്തെ ഏത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ സാധനങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ ഇത് ജവാൻ ഉണ്ടല്ലേ, ജവാനൊക്കെ കിട്ടും. മറ്റേ കിങ് ഫിഷർ അല്ലേ ബിയർ? ഓ, അതും വരുന്നുണ്ടോ ഇങ്ങനെ? അടിപൊളി. ജവാനും ഓൾഡ് ബങ്കും ഒക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര സുലഭമാണ് ഇവിടെ. അടിപൊളി. കോബ്ര എന്താ? ഇന്ത്യൻ ആണോ? അല്ലല്ലോ, ആണോ? എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. കോബ്ര വേൾഡ് ബിയർ എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നുണ്ടോ, ഫോർ സെയിൽ ഇൻ കേരള സ്റ്റേറ്റ് ഓൺലി എന്ന്. കണ്ടില്ലേ? കേരള സർക്കാരിന്റെ കേരളത്തിൽ മാത്രം വിൽക്കേണ്ട 1260 MRP ഉള്ള ഓൾഡ് മങ്ക് ഇവിടെ സ്കോട്ട്ലൻഡിൽ ഈ പറഞ്ഞ ഐർ എന്നല്ലേ ഈ സ്ഥലത്തിന്റെ പേര്? ഐർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലുണ്ട്. ഇത് എന്താണ്? തിരുവല്ലയിൽ ഉണ്ടാക്കിയ സാധനമായത് ആണോ? ദൈവമേ, അത് ശരി. കേരള സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനൊക്കെ ഡിമാൻഡ് ഉണ്ട്. മറ്റു നാടുകളിൽ നിങ്ങൾ മനസ്സിലാക്കുക അല്ലേ? ഇത് ഇവിടെ വിദേശ മദ്യമാക്കണം അല്ലേ? നമ്മളിവിടുത്തെ സ്കോട്ട്ലൻഡിലെ വിദേശ മദ്യം സ്കോച്ച് വിസ്കി എന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വിൽക്കുമ്പോ എന്താ നിങ്ങൾ എത്ര ടാക്സാ വാങ്ങിക്കുന്നത് അല്ലേ? അതേപോലെ അവിടുത്തെ സാധനം അവിടെ നിന്ന് കയറ്റി അയച്ച് ഇവിടെ വിദേശ മദ്യമാക്കണമെന്നേ അല്ലേ? ജവാൻ കയറ്റി അയച്ചാൽ ജവാൻ വിദേശ മദ്യമായില്ലേ? സത്യമല്ലേ? നിങ്ങളുടെ തേങ്ങാക്കൊല നന്നായിട്ട് പൂത്ത് പന്തലിച്ച് ധാരാളം കൊലകൾ ഉണ്ടാവട്ടെ. നല്ല പേര്, നല്ല ഫുഡ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇതുവഴി വരുമ്പോ ഐറാണോ? എങ്ങനെ? എയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ. അടിപൊളി. ഒരു മാംഗോ വെയിറ്റ് എടുത്തോ? മാംഗോ വെയിറ്റ് എടുക്കോളോ? എടുക്കോ? എടുത്തിട്ടുണ്ട്. താങ്ക് യു. നമ്മളിതിലെ പോകുന്ന വഴിക്ക് നമ്മൾ കേരള ഫുഡ് കഴിക്കാൻ കരുതിയിട്ട് റെസ്റ്റോറൻറ്റ് തപ്പി നമ്മൾ പോയതാണ്. അവിടെ ചെന്നപ്പോൾ അവർക്ക് ഞങ്ങളെ അറിയാം. അവരാണെങ്കിൽ സൽക്കാരം തുടങ്ങി. ഉള്ള ഫുഡെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് അയ്യോ, പിന്നെ നമ്മൾ കുറേയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മളിരുന്ന് അത് കഴിച്ചു തീർന്നു. കാരണം ഭക്ഷണമല്ലേ, വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ഭയങ്കര ബോളിംഗ് ആയിരുന്നു. നമ്മളിപ്പോ
വളരെ മനോഹരമായിട്ടുള്ള ആ ഗ്രാമ വഴികളിലൂടെ ഇങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റെന ലൈനിൻ്റെ ഫെറി ടെർമിനലിൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ പോകുമ്പോൾ ഞാനിപ്പോൾ ആലോചിച്ചിരുന്നത് നമ്മൾ പണ്ട് ഞാനും ഫാസിൽ ബ്രോയും കൂടെ നമ്മുടെ ക്യാമ്പർ വാൻ, അതായത് ആ മോട്ടോർ ഹോം ട്രിപ്പ് നടത്തിയ സമയത്ത് ആ മോട്ടോർ ഹോം ഡ്രൈവ് ചെയ്ത് ഈ വഴികളിലൂടെ പോയപ്പോഴാണ് ശരിക്കും ഞാൻ സ്കോട്ട്ലൻഡിൻ്റെ യഥാർത്ഥ ഭംഗി ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞത്. അതായത് സ്വിറ്റ്സർലാൻഡ് പോലെയല്ല, സ്വിറ്റ്സർലാൻഡിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭംഗിയാണ് സ്കോട്ട്ലൻഡിനുള്ളത്. ഇവിടെ കടലും അതും ഇതും ഒക്കെ ആയിട്ട് അതൊരു അസാധ്യ ഭംഗിയാണ്. നമ്മൾ ഈ വിൻ്റർ കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് പോലും നല്ല പച്ചപ്പും നല്ല നല്ല കുഞ്ഞു റോഡുകളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്ന ക്യൂട്ട് കെട്ടിടങ്ങളൊക്കെ ആയിട്ട് അതൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ഒരു സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് അങ്ങനെ, അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ് എന്നാക്കിയല്ലോ. നിങ്ങൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഒരേ പോയിന്റിലേക്കാണല്ലോ എത്തുന്നത്. അങ്ങനല്ല, ഇതല്ല. അല്ല, അത് ഞാൻ വിചാരിക്കുന്നുണ്ട് നമുക്കൊരു ട്രിപ്പ് എന്നുള്ള പേര് വരാം. കറക്കമല്ലടാ എടാ, ഒരു സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ് എങ്ങനെ ഉണ്ടാവും? രസമായിരിക്കില്ലേ? കണ്ടാ ഞാൻ പറഞ്ഞില്ലേ, ഷിപ്പ് കാണാന്ന്. ലോ ആ കിടക്കുന്ന സ്റ്റെന ലൈൻ്റെ കപ്പലിലാണ് നമുക്ക് പോകേണ്ടത്. പണ്ട് മറ്റേ ക്യാമ്പർ വാനുമായിട്ട് ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോയത് ഈ കാണുന്ന കപ്പലിൽ കയറ്റിയ മറ്റേ മോട്ടോർ ഹോം എക്സ്പെഡീഷന്റെ സമയത്ത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ഡ്രോപ്പിംഗ് മീ ഹിയർ. ലിങ്കു, നമ്മുടെ പുസ്തകം ഏത് കവർ പിക്ക് നല്ല ക്ലാസ് സാറ്റ്. അതായത് ഞാൻ ബാക്ക് പാക്ക് ആയിട്ട് നിൽക്കുന്നു, പിന്നെ നമ്മളെ പല വാഹനങ്ങൾ, കപ്പല്, ട്രെയിന്, ബസ്, അതായത് പിന്നെ ബാക്കിയൊക്കെ നിന്റെ യുക്തി. ഒരു ഡിസൈനർ പറഞ്ഞെന്തറിയോ, നീ കൂടുതൽ ഇങ്ങോട്ട് ഡെവലപ്പ് വന്നിരിക്കണം, ഞാൻ ചെയ്ത് കഴിയും, അത് വെച്ചാൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ല? കമന്റ്സ് വന്നു കഴിഞ്ഞാൽ പ്രോസസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മൾ വരുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കാണാം. അങ്ങനെ സ്റ്റെന ലൈൻ്റെ ഫെറി ടെർമിനലിൽ എന്നെ ഡ്രോപ്പ് ചെയ്ത് രഞ്ജിത്തും ലിങ്കും അവർ തിരിച്ചുപോയി. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ബസ്സുകൾ കിട്ടാത്തത് കൊണ്ടാണ് ഇവർ എന്നെ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തത്. അവർ 150 കിലോമീറ്റർ വണ്ടി ഓടിച്ചു എന്നുള്ളതാണ്, അതിനുവേണ്ടി അവർ ബുദ്ധിമുട്ടി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു എനിക്ക് വിഷമിപ്പിച്ചൊരു കാര്യം. പക്ഷേ എന്നാലും സ്നേഹത്തിൻ്റെ പുറത്താണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ? അപ്പോൾ ഞാൻ പാസഞ്ചർ ചെക്ക് ഇൻ കൗണ്ടറിലൂടെ ചെക്ക് ഇൻ എല്ലാം ചെയ്ത് ജസ്റ്റ് പാസ്പോർട്ട് കാണിച്ചാൽ മതി, അവർ നമ്മുടെ ചെക്ക് ഇൻ കാർഡ് സംഭവങ്ങളൊക്കെ തരും. ചെക്ക് ഇൻ എല്ലാം ചെയ്ത് അകത്ത് കയറിയപ്പോഴത്തേക്കിനും ഇവരുടെ ഈ കമ്പനിയുടെ കുറേ ബസ്സുകൾ അവിടെ വന്ന ആളുകളൊക്കെ ഇറക്കുന്നുണ്ട്. അതായത് ഇവർക്ക് ബെൽഫാസ്റ്റിലേക്ക് പോകുന്ന ബസ്സുകൾ, അതായത് നമ്മൾ ഈ ഗ്ലാസ്ഗോയിൽ നിന്ന് ആളുകളെ കയറ്റി ഫെറിയിൽ ഇറക്കി, ഇവിടുന്ന് ഫെറിയിൽ കയറി അപ്പുറത്തിറക്കി അവിടെ നിന്ന് അടുത്ത ബസ്സിൽ കയറ്റി ബെൽഫാസ്റ്റ് ടൗണിൽ കൊണ്ടുവിടുന്ന രീതിയിലുള്ള കൺസെപ്റ്റിലുള്ള ധാരാളം ബസ്സുകൾ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ യുകെയുടെ നാഷണൽ എക്സ്പ്രസ് ഒക്കെ ഇതുപോലുള്ള ബസ്സുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പക്ഷേ തിരക്കുള്ള സമയങ്ങളിൽ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഞാൻ എന്തായാലും അകത്ത് കയറി ഞാനൊരു ചായയൊക്കെ കുടിച്ച് ഇരുന്നപ്പോഴത്തേക്കിനും ബോർഡിങ്ങിനുള്ള സമയമായി. ഒരു ബസ്സിലാണ് ഇവർ നമ്മളെ ഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ നടന്നു കയറാനുള്ളൊരു സെറ്റപ്പ് ഇവിടെ റെഡിയാക്കാത്തത് കൊണ്ടായിരിക്കണം. വീൽ ചെയർ പാസഞ്ചേഴ്സിന് പോലും വളരെ സുഗമമായിട്ട് ബസ്സിൽ കയറ്റി കൊണ്ടുപോകുന്ന രീതിയിലുള്ള സൗകര്യങ്ങളാണ് അവർ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. വാഹനങ്ങൾ കപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു റോഡ് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചേർഡ് ഏരിയയിലൂടെ നമ്മൾ ആ ഒരു വലിയ കപ്പലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും റോറോ ഫെറി പോലെ തന്നെയുള്ള വലിയ കപ്പലുകൾ, അതിനകത്ത് എത്രയധികം കണ്ടെയ്നർ ലോറികളും കാറുകളും ബസ്സുകളും ഒക്കെ അതിനകത്ത് കയറി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിശയിപ്പിക്കുന്നൊരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഞാൻ കപ്പലിനുള്ളിൽ കയറി, അകത്ത് കയറി. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കപ്പലുകളൊക്കെ നമ്മൾ ധാരാളം കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും അകത്ത് കയറി ഒരു സ്ഥലത്ത് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇരിക്കാനോ കിടക്കാനൊക്കെ തീരുമാനിച്ചു. എത്ര നിലയുണ്ടെന്നറിയാമോ ഇത്? ക്യാബിൻസ്, പിന്നെ ലോഞ്ചസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് 20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വിടുന്നത്. ഞാനിവിടെ ഇങ്ങനെ കിടന്ന് കടൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഭയങ്കര ക്ഷീണം. ഫുഡൊക്കെ കഴിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കിനും
അപ്പോൾ പിന്നെ കിടന്ന് കാണാം എന്ന് വിചാരിച്ചു. ഞാനവിടെ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ സെയിലിംഗ് നമ്മളിപ്പോൾ നോർത്തേൺ അയർലൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അസ് യൂഷ്വൽ ഒരു ഗംഭീര ഷിപ്പായിരുന്നു. പിന്നെ കപ്പൽ നമ്മളിപ്പോൾ കുറേ കണ്ടതുകൊണ്ട് ഞാൻ പിന്നെ റെസ്റ്റ് എടുത്തു. എനിക്കിന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു, എന്താണെന്നറിയില്ല, ഇന്ന് ഫുൾ ക്ഷീണമായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ട് ഗൈസ്. ഇത്രയും വലിയ ഷിപ്പ് ഒരു ടഗ് ബോട്ടിന്റെ പോലും സഹായം ഇല്ലാതെയാണ് ഇവിടെ കൊണ്ട് അടുപ്പിക്കുന്നത്. അതാണ് ഞാൻ എപ്പോഴും ആശ്ചര്യപ്പെടുന്നത്, എങ്ങനെയാണ് ഇവരിത് ഇവിടെ അടുപ്പിക്കുന്നത് എന്നുള്ളത്. കണ്ടില്ലേ, നമ്മൾ ഈ ജങ്കാറ് കൊണ്ട് അടുപ്പിക്കുന്ന പോലെയാണ് ഇതിവിടെ കൊണ്ട് മുട്ടിച്ചോണ്ടിരിക്കുന്നത്. ഈ സ്റ്റെനാലൈൻ ഇവിടുത്തെ വലിയ കമ്പനി കേട്ടോ, കുറേ വലിയ കപ്പലുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. നമ്മളിപ്പോഴും UK ഭാഗമായിട്ടുള്ള നോർത്തേൺ അയർലൻഡിലാണ് തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ 2 മണിക്കൂർ ട്രെയിനിൽ കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കുള്ള അയർലൻഡിലെത്തും. അത് യൂറോപ്പാണ്, UK അല്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബെൽഫാസ്റ്റ് പോർട്ടാണ്. ഈ ബെൽഫാസ്റ്റ് പോർട്ടിൽ നിന്നാണ് ടൈറ്റാനിക് ആദ്യമായിട്ട് പുറപ്പെടുന്നത്. നമ്മൾ വിന്റർ എക്സ്പെഡീഷൻ ഇവിടുത്തെ ഒരു മോട്ടോർ ഹോമിൽ ചെയ്ത സമയത്ത് ഇതിൻ്റെ ചരിത്രവും അതേപോലെ തന്നെ ഇവിടെയുള്ള ടൈറ്റാനിക് മ്യൂസിയവും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ആ ഒരു ബെൽഫാസ്റ്റ് പോർട്ടിലേക്കാണ് നമ്മുടെ കപ്പൽ ഇപ്പോൾ ഇവിടെ കൊണ്ട് അടുപ്പിച്ചിരിക്കുന്നത്. 6:20 ഞാനിവിടെ ആക്ച്വലി ഇവരുടെ ഷെഡ്യൂൾ പ്രകാരം 5:45 എത്തേണ്ടതാണ്. എനിക്കിവിടെ നിന്ന് 7 മണിക്ക് ട്രെയിൻ ഉണ്ട്, അത് കിട്ടിയില്ല. പിന്നെ 9 മണിക്കുള്ള ട്രെയിൻ, അത് ലാസ്റ്റ് ട്രെയിനുമാണ്. ഇപ്പോൾ അട്ടപ്പ് പറിക്കും. വാഹനങ്ങളെല്ലാം ഇറക്കിയതിന് ശേഷമേ നമ്മൾ പെഡസ്ട്രിയൻസിനെ ഇറക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുക. കണ്ടില്ലേ, എൻ്റെ വണ്ടി കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഇതോ ഇല്ല. നമ്മൾ ഇറങ്ങിയിട്ട് പുറത്തൊരു ബസ്സിൽ കയറി അപ്പുറത്ത് പോകണം. ഞാൻ ഇവിടുന്ന് ബസ്സൊന്നും കിട്ടത്തില്ല, റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട് ഞാനൊരു ടാക്സി ബുക്ക് ചെയ്തു. അത് മലയാളി ചേട്ടൻ്റെ ടാക്സിയാണെന്ന് അല്ലെങ്കിൽ തോന്നുന്നത്, ഗോപകുമാർ എന്തോയാണ് പേര്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവർ പുറത്ത് കൊണ്ടുവിട്ടാലും നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേര് കണ്ടപ്പോഴേ തോന്നി ഒരു മലയാളി ചേട്ടനകത്ത്. 7 മണിക്ക് ട്രെയിനാണ്. എത്ര മണിക്ക് അറൈവൽ കാണിക്കുന്നത്? കുഴപ്പമില്ല, നമുക്ക് അവിടെ എത്താൻ പറ്റും. ഇത് എന്ത് പരത്തിലായിരുന്നറിയോ ഈ കപ്പല്, വെറുപ്പിച്ച് കളഞ്ഞു അവന്മാര്. വന്നിട്ട് 3/4 മണിക്കൂറായി. എല്ലാ വണ്ടികളും അതിൽ നിന്ന് ഇറക്കിയിട്ട് നമ്മള് പാസഞ്ചേഴ്സിന് ഇറക്കുള്ളൂ. അതാണ് ഈ പ്രശ്നം. എത്ര നേരം സേഫ്റ്റി നോക്കണ്ടേ? അതാണ് പ്രശ്നം. ഇവിടെ മൊത്തം സേഫ്റ്റി. ചേട്ടൻ എത്ര ആളാ ഇവിടെ? 22 വർഷമായി. 22 വർഷമായോ? അടിപൊളി. എവിടെ നാട്ടില്? പെരുമ്പാവൂര്. എന്നാലും വളരെ അവിചാരിതമായിട്ട് ഞാനൊരു യൂബർ ബുക്ക് ചെയ്തപ്പോഴത്തേക്കും ചേട്ടനെ കണ്ടതിൽ സന്തോഷം. ചേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയി. ഞാൻ നേരത്തെ ബുക്ക് ചെയ്താണ്, കാരണം അടുത്ത യൂബർ ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് വണ്ടി കിട്ടത്തില്ലല്ലോ, ബസ്സൊന്നും കിട്ടത്തില്ലല്ലോ. പക്ഷെ 1/2 മണിക്കൂർ കഴിഞ്ഞ 1 മണിക്കൂർ കഴിഞ്ഞ എന്ത് പോയി. ഞാനൊരു ആൾക്കാരെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്ന വഴിയാണ് നിങ്ങളുടെ കോൾ കിട്ടിയത്. അടിപൊളി, നമുക്ക് പെട്ടെന്ന് പോവാം. ഓ, ഇത് ഭയങ്കര മോഡേൺ സ്റ്റേഷൻ ആണല്ലോ. അടിപൊളി. അപ്പൊ ചേട്ടാ താങ്ക് യു സോ മച്ച്. ഓക്കെ, കറക്റ്റ് സമയത്ത് തന്നെ എത്തിച്ചേ. കാണാം. ഓക്കെ, ചേട്ടൻ എവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞേ? ഞാൻ BSO ബിസിനസ് സർവീസ് ഓർഗനൈസർ. ഓക്കെ, അപ്പൊ ശരി, ബൈ ബൈ. ഇത് കിടിലൻ സ്റ്റേഷൻ ആണല്ലോ, നല്ല പുതുപുത്തൻ സ്റ്റേഷൻ. എനിക്കിനി ആകെ തുറക്ക് 6 മിനിറ്റേ ഉള്ളൂ. 6 മിനിറ്റ് ഇതേ കിടക്കുന്ന അവിടെ ട്രെയിൻ. ഇതാട്ടോ ഡബ്ലിൻ പോകുന്ന ട്രെയിൻ. എന്റെ അമ്മോ, കുഞ്ഞു ട്രെയിൻ, പഴയ എഞ്ചിനൊക്കെ ആണല്ലേ. ഞാനിടയ്ക്ക് വിശന്നാലോ ഓർത്തോണ്ട് ഒരു ബിസ്ക്കറ്റും ഒരു വെള്ളം വാങ്ങി. ഇങ്ങനെ ട്രെയിനകത്ത് കയറിയിരുന്നു, ട്രെയിൻ വിട്ടു. അടിപൊളി. ഇതാണ് ഇവിടുത്തെ ട്രെയിൻ. അയ്യോ, സീറ്റ് കൊള്ളാം, കുഴപ്പമില്ല, അടിപൊളിയാണ്. കുഞ്ഞു ട്രെയിനാണ്. ജസ്റ്റ് വന്ന് കയറി ട്രെയിൻ വിട്ട് ഒരുമിച്ച് ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. എത്താറായെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി എന്താ പറയുക, കുറേ പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം. ഭയങ്കര ബഹളമായിരുന്നു. എത്ര സിമ്പിളായിട്ടല്ലേ എഴുതി വെച്ചിരിക്കുന്നത്, ഞങ്ങളുടെ ജീവനക്കാരോട് അലമ്പ് കാണിച്ചാൽ പിടിച്ചകത്തിടുമെന്ന്. അങ്ങനെ നമ്മൾ ഡബ്ലിൻ എത്തിയിരിക്കുകയാണ്, അയർലൻഡ്. അതായത് നമ്മുടെ KLTUK യാത്രയുടെ 50ാമത്തെ രാജ്യം. ഡബ്ലിൻ രാജ്യമല്ല, ഡബ്ലിൻ അയർലൻഡിന്റെ ക്യാപിറ്റലാണ്. ഡബ്ലിൻ, യെസ്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര ഫിനിഷ് ചെയ്തു. അതായത് ഇന്ത്യയിൽ നമ്മൾ പുറപ്പെട്ട് നമുക്ക് ലാൻഡ് ബോർഡർ വഴി ക്രോസ് ചെയ്ത് പോകാവുന്ന മാക്സിമം ദൂരം. ഇനിയും വേണേൽ പോവാം. ആ മൊറോക്കോയിൽ കയറിയിട്ട് ആഫ്രിക്കയൊക്കെ മൊത്തം കറങ്ങാൻ വേണമല്ലോ. പക്ഷേ അൾജീരിയയിൽ പിന്നെ അങ്ങോട്ട് പോകില്ല. മൊറോക്കോയിൽ നിന്ന് അൾജീരിയ കയറാൻ പറ്റത്തില്ല. അങ്ങനെ എന്തൊക്കെയോ വള്ളിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പോകണമെന്നുണ്ടെങ്കിലൊക്കെ പോവാം. കുറേ ഇഷ്ടം പോലെ ആഫ്രിക്കത്തൊക്കെ പോവാം. എന്തായാലും നമ്മുടെ KLTUK എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങി. UK കഴിഞ്ഞ് നമ്മൾ അയർലൻഡ് വരെ എത്തി. 50 കൺട്രീസ് ഗൈസ്. ഇതായിരുന്നു അയർലൻഡിന്റെ ആ ട്രെയിൻ കേട്ടോ. നമ്മൾ വന്ന ട്രെയിൻ അയർലൻഡിന്റെ ഇങ്ങനത്തെ നമ്മുടെ മെമു ട്രെയിൻ പോലത്തെ ട്രെയിനാണ്. ഇതിലാണ് നമ്മൾ 2 മണിക്കൂർ 10 മിനിറ്റ് യാത്ര ചെയ്ത് വന്നത്. നമ്മളെത്തിയിരിക്കുന്നത് ഗിന്നസിന്റെ നാട്ടിലാണ് ഗൈസ്. ഗിന്നസ്, അതേപോലെ ജെയിംസൺ തുടങ്ങിയ എല്ലാ സാധനത്തിന്റെ നാട്ടിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉണ്ട് ഗിന്നസ് ബാർ. ഇവിടെ അടുത്ത് തന്നെ ഞാൻ ആക്ച്വലി ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. ഇവിടുത്തെ ബസ്സൊക്കെ നോക്കി എന്ത് ലുക്കല്ലേ. ട്രാൻസ്പോർട്ട് ഫോർ അയർലൻഡ് എന്നും പറഞ്ഞുകൊണ്ട് TFI, നല്ല കിടിലം വണ്ടി.
ഞാൻ സത്യം പറഞ്ഞാൽ ഡബ്ലിൻ നഗരം കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് ഞാൻ ഡബ്ലിൻ ഒന്ന് കാണാൻ വന്നിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ട്, കാരണം ഉച്ചയ്ക്ക് നല്ല വെട്ടിക്കൊണ്ട് നല്ല ഫുഡ് കഴിച്ചോണ്ടേ വലിയ വിശപ്പില്ല. എന്തായാലും രാത്രി ആകുമ്പോഴത്തേക്കിനും വിശക്കും. അപ്പം നമുക്ക് ലൈറ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. എവിടെ പോയാലും ഇതുപോലെയുള്ള യുദ്ധങ്ങളിൽ മരിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള സ്മാരകങ്ങളാണല്ലേ കാണുന്നത്. നല്ലൊരു ക്ലാസ് ഐറിഷ് പബ്. ഐറിഷ് പബ് എന്ന് പറയുന്നത് ഭയങ്കര ആംബിയൻസ് ഉള്ള ഭയങ്കര കിടു സെറ്റപ്പാണ്. ഇതുണ്ട്, ഇത് ഹോസ്റ്റലാണെന്ന് തോന്നുന്നു. അക്കോമഡേഷൻ, ട്രഡീഷണൽ ഐറിഷ് മ്യൂസിക്, ബാറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടു സെറ്റപ്പുകൾ. ഒരു രാജ്യ തലസ്ഥാനം, രാത്രി 9 മണി. അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷന്റെ, പ്രധാന റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗം നോക്കൂ. തിരക്കുണ്ടോ, ബഹളമുണ്ടോ? ഒന്നുമില്ല. ഇത് മറ്റൊരു ബാർ ആൻഡ് റെസ്റ്റോറന്റ്. ഇത് ബാർ ആൻഡ് റെസ്റ്റോറന്റ് മാത്രമേ ഉള്ളല്ലോ ഇവിടെ. സ്ട്രീറ്റ് ഒക്കെ നോക്കണേ, വിജനമായി, അടിപൊളി. അങ്ങനെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഈ കാണുന്ന ഹിൽട്ടൺ ഗാർഡൻ ഇൻ ഹോട്ടലിലാണ് ഞാൻ ഇന്ന് താമസിക്കുന്നത്. ഇത് റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ ചെറിയ ദൂരേ ഉള്ളൂ. എന്തായാലും ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഭയങ്കര തണുപ്പാ പുറത്ത്. ഞാൻ വരുന്ന വഴിക്ക് ഒരു എന്താ പറയുക, അവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാനൊരു നൂഡിൽസ് ടേക്ക് അവേ എടുത്തു. ഞാൻ റൂമിലെത്തിയേ. ഈ റൂം കണ്ടോ, ഇതിൻ്റെ ബെഡ് താന്നിരിക്കുന്നത് കണ്ടോ? ഇതെന്താണെന്നറിയാമോ, ഇത് ആക്സസിബിൾ റൂമാണ്. അതായത് ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കേണ്ട ഒരു റൂമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൂമിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിപ്പം എന്ന് പറയുന്നത് ഇതിൻ്റെ വാഷ്റൂമാണ്. കണ്ടോ, കണ്ടില്ലേ? ഇതിൻ്റെ ഷവർ ഏരിയയൊക്കെ ഇങ്ങനെയാണ്. എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ നമുക്ക് വീൽ ചെയർ അകത്ത് കയറ്റി നമുക്ക് വെച്ച് നമുക്ക് അവിടെ നിന്നോ ഇരുന്നോ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ ഈ കാണുന്നത് ഇരുന്ന് കുളിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ്. ഈവൻ ക്ലോസറ്റ് ആണെങ്കിൽ പോലും നമുക്ക് പിടിച്ച് കയറി ഇരുന്ന്, ഇവിടെയാണെങ്കിൽ പോലും എല്ലായിടത്തും ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്ത് നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണത്. കണ്ടോ, ഇവിടെ നമുക്ക് ഇരുന്ന് കുളിക്കാം. അത്രയ്ക്ക് സിസ്റ്റം റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. ഞങ്ങളുടെ ഫ്ലാറ്റിൽ അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ ഞങ്ങൾ ഇതുപോലെ അവർക്ക് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇവർക്കെന്നല്ല, നമുക്ക് എല്ലാവർക്കും പ്രായം കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ വീഴാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് വീടാൻ പോകണേ പെട്ടെന്ന് പിടിക്കാനായിട്ട് ഇതുപോലെയുള്ള ഹാൻഡ് റെയിൽസ് ഒക്കെ ഞങ്ങൾ എക്സ്ട്രാ പിടിപ്പിച്ചിരുന്നു. അങ്ങനെ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള വീടുകളിൽ അവരുടെ ബാത്റൂമുകളിൽ ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ തന്നെ വീഴുന്ന സാധ്യതകളും മറ്റൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അവർക്ക് പിടിച്ചു നിൽക്കാനും മറ്റൊക്കെ ഭയങ്കര ഹെൽപ്പായിരിക്കും. അങ്ങനെ നമ്മുടെ KL2K യാത്ര ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അതായത് KL2K യാത്രയുടെ എല്ലാ എപ്പിസോഡുകളും നമ്മൾ പൂർത്തിയാക്കി ഇതിൻ്റെ അവസാനത്തെ എപ്പിസോഡിൻ്റെ സൈൻ ഓഫ് പറയാൻ പോവുകയാണ്. അങ്ങനെ എന്താ അല്ലേ, ലൈക്ക് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അത്രയും ദൂരം ഇതുപോലെയൊക്കെ യാത്ര ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കിനും ലൈക്ക് ഇറ്റ്സ് സ്റ്റിൽ അൺബിലീവബിൾ ഫോർ മീ. എനിക്ക് അത്ര പറയാനുള്ളൂ. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു സീരീസ് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ യാത്ര ഇനിയിപ്പോൾ എന്തായാലും കേരളത്തിലാണ്. കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, സൗത്ത് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മൾ INB ട്രിപ്പ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ സൗത്ത് ഇന്ത്യ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തില്ല. സൗത്ത് ഇന്ത്യ ഒന്നും ചെയ്തില്ല എന്നല്ല പറയാം. സോ സൗത്ത് ഇന്ത്യ അരിച്ച് കലക്കി എക്സ്പ്ലോർ ചെയ്യുക. അത് മാത്രമല്ല കേരളം നമ്മൾ ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു. കേരളത്തിൽ നമ്മൾ കാണാത്ത എത്ര സ്ഥലങ്ങളുണ്ടെന്ന് അറിയാമോ? നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങളുണ്ടോ കേരളത്തിൽ? തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എന്നെ കോൺടാക്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ വരും നിങ്ങളുടെ സ്ഥലത്തേക്ക്. അതേപോലെ നല്ല ഹോം സ്റ്റേസ്, അതായത് സ്റ്റേ വിത്ത് ലോക്കൽസ്, അതാണ് എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സ്റ്റേ വിത്ത് ലോക്കൽസ്, ഹോം സ്റ്റേകൾ താമസിച്ച് നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ച് നാടൻ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് ഒരു INB ട്രിപ്പ് പോലെ തന്നെയുള്ള ഒരു ഫാമിലി ട്രിപ്പ്, ഒരു സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ്. പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്തോ? ഓക്കെ, നമുക്ക് തീരുമാനിക്കാം എന്താണെന്ന് വെച്ചാൽ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. സീ യു. ഇന്നത്തെ വീഡിയോ ഞാൻ മാക്സിമം വെറൈറ്റി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ അങ്ങനെ തിരിച്ചു പോകുന്നതല്ലേ, നമ്മൾ ഫ്ലൈ ചെയ്യും ലണ്ടനിലേക്ക്. അത് കഴിഞ്ഞ് ലണ്ടനിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് ഫ്ലൈ ചെയ്യും. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. സീ യു ഗൈസ് ടുമോറോ. താങ്ക് യു സോ മച്ച്. ബൈ.